അവളുടെ കണ്ണീർ താങ്ങാൻ കഴിയാതെ അന്ന അവിടുന്ന് വീർത്തു. ഏയ് അന്നക്കുട്ടി! പിന്നിൽ നിന്ന് നീട്ടിയുള്ള വിളി കേട്ടപ്പോഴാണ് മനസ്സിന്റെ സമാധാനം വീണത്. അന്ന ചിരിയോടെ തിരിയും മുന്നേ ലച്ചു പിന്നിലൂടെ വന്ന് ചേർത്ത് പിടിച്ചിരുന്നു. ഞാൻ എപ്പോഴും നോക്കി നിൽക്കുവാൻ നിന്റെ പെണ്ണിനെ, എവിടെ എന്റെ സുന്ദരിക്കുട്ടിയെ നോക്കട്ടെ. അന്നയെ ലച്ചു പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു. തെല്ലൊരു പകപ്പോടെയാണ് ലച്ചു അവൾ അടിപിടി നോക്കിയത്. ലച്ചുവിന്റെ മിഴികൾ എന്തെന്നില്ലാതെ വിടർന്നു വരുന്നത് കണ്ട് അന്ന കൗതുകത്തോടെ പതുങ്ങി. എന്റെ കൃഷ്ണ, ഞാൻ എന്തേ കാണണേ? പൊളിച്ചു, എന്നാ ചന്താടി പെണ്ണെ നിന്നെ കാണാൻ. ലച്ചു പറയേ എവിടെ നിന്നാണെന്ന് അറിയില്ല. ചെറിയൊരു നാണം പെണ്ണിന്റെ മുഖത്ത് വിരിഞ്ഞു വന്നിരുന്നു. എങ്കിലും എന്തോ ഒരു ചെറിയ ടെൻഷൻ പോലെ. ഡാർക്ക് റെഡ് കളറിൽ ഗോൾഡൻ ബോർഡറിലെ കാഞ്ചീപുരം സാരിയ ലച്ചുവിന്റെ വേഷം. തലനിറയെ പൂവൊക്കെ വെച്ച് ലച്ചുവും സുന്ദരിയായിട്ടിട്ട്. അന്ന ആ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. എന്താണ് ഇങ്ങനെ നോക്കണേ? വാ, നമുക്ക് ഫ്രണ്ടിലിരിക്കാം. ഫംഗ്ഷൻ തുടങ്ങി കുറെ നേരമായി. ഇപ്പൊ സീനിയേഴ്സിന്റെ ഡാൻസ് പ്രോഗ്രാമാ. വാടി പെണ്ണെ, നിന്റെ ചേലെല്ലാരും കാണട്ടെ. വേണ്ട ലച്ചു, ഞാൻ ഇവിടെ എങ്ങാനും നിന്നോളാം. നിന്റെ ചേട്ടൻ പറഞ്ഞോണ്ട് മാത്രം ഞാനിന്ന് വന്നത് തന്നെ. ശ്രീയേട്ടൻ ഈ ഡ്രസ് ഒന്ന് കാണിച്ചിട്ട് ഞാൻ പോവാ. അന്ന ലച്ചുവിന്റെ കയ്യിൽ പിടിച്ച് വലിച്ച് തല കാട്ടി. അതിനെന്താടി, നിനക്ക് ഏട്ടനെ കാണണം, അത്രല്ലേ വേണ്ടു. ദേ അടുത്ത പെർഫോമൻസ് സീനിയർ ചേട്ടന്മാരുടെയാ. ജോഡിയായിട്ട് അപ്പൊ തന്നെ ഏതെങ്കിലും ജൂനിയേഴ്സിന് പെൺപിള്ളേരെ സെലക്ട് ചെയ്ത് സ്റ്റേജിൽ വിളിച്ച് കയറ്റിയിട്ട് ഡാൻസ്. നീ വന്നാ ഏട്ടൻ വിളിക്കുമ്പോ ചെല്ലാൻ പറഞ്ഞു. ഞാനോ? ലച്ചു പറഞ്ഞത് കേട്ട നിമിഷം നെഞ്ചിലൊരു കനൽ വന്ന് വീണ പോലെ. അന്ന ഞെട്ടലോടെ കണ്ണ് കൂർപ്പിച്ചു നോക്കി. അതേടി, നീ തന്നെ. എന്തിന്? ഒന്ന് പോടി, എനിക്ക് ഡാൻസ് ഒന്നും അറിയത്തില്ല, ഞാൻ പോവില്ല. ഓ, അതിന് ആന സംഭവം നല്ലടി. കൈ പിടിച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാ മതി. ദേ ഞാൻ ഏട്ടനോടൊക്കെ പറഞ്ഞതാ, ഇനി കേറാതിരുന്ന പാവ ഏട്ടനാ നാണക്കേട്. കഷ്ടല്ലടി, ഏട്ടൻ ഇന്നലെ എന്തോരം ബുദ്ധിമുട്ടിയാ നിനക്ക് ഡ്രസ്സ് മേടിച്ചു തന്നത്. അന്നയുടെ ഉള്ളിൽ ഒരു പിടപ്പ് കയറി വന്നിരുന്നു. വേണ്ടെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ പോയാൽ എല്ലാരും കൂകില്ലേ, കളിയാക്കില്ലേ? ശ്രീയേട്ടൻ നാണക്കേടാകില്ലേ? ഓർക്കും തോറും തല കറങ്ങുന്ന പോലെ. എന്തായാലും നിക്ക നീങ്ങ് വന്നേ, ഞാൻ പിടിച്ചു വെച്ച സീറ്റ് ഇപ്പൊ പോകും. അന്ന പതർച്ചയോടെ നോക്കി ലച്ചുവളുടെ കയ്യും പിടിച്ച് മുന്നിലേക്ക് നടന്നു. വേദിയുടെ ഇടത് ഭാഗത്ത് ചേർന്ന് ലച്ചു ഒളിച്ചിട്ട് സീറ്റിലേക്ക് രണ്ടാടും വരുന്നു. അവൾ ഭയത്തോടെ ലച്ചുവിനെ നോക്കി. ഒന്നുമില്ലടി, നീ നോക്ക്, ഇപ്പൊ നിന്നെ വിളിക്കും. നെക്സ്റ്റ് പരിപാടി BA ഇംഗ്ലീഷ് ഫൈനൽ ഇയർ സ്റ്റുഡൻസിന്റെ സ്പോർട്ട് ഡാൻസ് പെർഫോമൻസ് ആണ്. സ്റ്റേജിനുള്ളിൽ അനൗൺസ്മെന്റ് കേൾക്കുന്നു. അനയുടെ നെഞ്ചിൽ പെരുമ്പർ അതിനേക്കാൾ ഉച്ചത്തിൽ കൊട്ടുന്നുണ്ട്. ലച്ചു! അന ലച്ചുവിന്റെ കൈകളിൽ ഇറുകെ പിടിച്ച് ഭയത്തോടെ വിളിച്ചു പോയി. ഒന്നുമില്ലടി. കർട്ടൻ ഉയരെ സീനിയേഴ്സ് ബോയ്സ് എല്ലാം നിരന്നു നിൽക്കുന്നുണ്ട്. കൂട്ടത്തിൽ ശ്രീയും. അവരെ കണ്ടപാടെ വേദിയിൽ നിന്ന് ചില പെൺകുട്ടികൾ സ്റ്റേജിലേക്ക് കയറി. ശ്രീയുടെ കണ്ണുകൾ അവിടാകെ തിരയുന്നുണ്ട്. ഏട്ടാ, ഞങ്ങൾ ഇവിടെ. ലച്ചു കൈ കാട്ടിയപ്പോഴാണ് ശ്രീ കണ്ടത്. അന്നയെ കണ്ടതും ശ്രീ പുഞ്ചിരിയോടെ അവൾക്ക് നേരെ കൈ നീട്ടി. അവന്റെ കണ്ണിൽ മാത്രം നോക്കി നിന്ന അന്ന. ആ ഒരു നിമിഷം അന്നയുടെ എല്ലാ ടെൻഷനും കാറ്റിൽ പറന്ന പോലെ. അവന്റെ പുഞ്ചിരിക്കുന്ന മുഖം മാത്രം. എന്തിനാണ് നോക്കി നിൽക്കണേ? ദേ ഏട്ടൻ വിളിക്കുന്നു, പോയി സ്റ്റേജിൽ കയറി എന്നെ കുട്ടി. ലച്ചു അവളെ എഴുന്നേൽപ്പിക്കുമ്പോഴും അന്നയുടെ മുന്നിൽ ശ്രീയുടെ മുഖം മാത്രമായിരുന്നു. മനസ്സ് നേർത്തത് പോലെ അന്ന അവനെ നോക്കി പുഞ്ചിരിച്ചു. അവൾ പതിയെ അങ്ങോട്ടേക്ക് നടന്നു. പക്ഷെ കൈകെട്ടിയിരുന്ന് ലച്ചുവോ സ്റ്റേജിലേക്ക് സന്തോഷത്തോടെ നടന്നു പോയ അന്നയെ അറിഞ്ഞിരുന്നില്ല. പിന്നിലെ സീറ്റിലിരുന്ന് ആരും അറിയാതെ ദീ അന്നയുടെ ഗൗണിന്റെ പിൻഭാഗം അത്രമേൽ വൈരാഗ്യത്തോടെ നീളത്തിൽ കത്രയെ കൊണ്ട് കീറി വരച്ച് അവളുടെ പ്രതികാരത്തെ ആളിക്കത്തിക്കുകയായിരുന്നു. അന്നയ്ക്ക് വേണ്ടി കാത്തിരുന്ന ശ്രീരാഗിന്റെ വിരൽത്തുമ്പോൾ അവളുടെ ഹൃദയം നേർത്ത വയലിൽ ഈണം പോലെ മിടിച്ചു തുടങ്ങിയിരുന്നു. എന്തുകൊണ്ടും നാണത്താൽ കവിളുകൾ ചുവന്ന് തേറിയിരുന്നു. പാതി വിരിഞ്ഞ പന്നീർ പൂ പോലെ അന്നയുടെ മുഖം. ഈശോയെ, ആദ്യമായിട്ട് ഇതുപോലെ സ്റ്റേജില് അത് ഡാൻസ് ചെയ്യാൻ എനിക്ക് അറിയുകയില്ല, എന്താവുന്നു, കൈവിടല്ലേ. ഓർത്തുകൊണ്ട് അവൾ ചുറ്റും പരത്തി. ഓരോരുത്തരായി സ്റ്റേജിലേക്ക് കയറുന്നുണ്ട്. ശ്രീ അവൾ കയറാനായി തിരക്ക് കൂട്ടുന്നു. അന്ന പതിയെ പടിയിലേക്ക് നടന്നപ്പോഴാണ് എന്തോ വലിഞ്ഞു കീറിയപ്പോഴുള്ളൊരു ഒച്ച കേൾക്കുന്നത്. അവൾ വെപ്രാളത്തോടെ പിന്നിലേക്കൊന്ന് തപ്പി നോക്കി. കർത്താവേ! ഒരു നിമിഷം ഞെട്ടലോടെ അവൾ അങ്ങനെ തരിച്ചു നിന്ന് പോയി. പിന്നിലെ തുണി കീറി വരുന്നു. അമർത്തി പിടിച്ചുകൊണ്ട് അവൾ ചുറ്റും നോക്കി. ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പേടിയോടെ കഴുത്തിലെ വീർപ്പ് തുള്ളികളെ പതിയെ തുടച്ചെടുത്തു. ഗൗൺ ടൈറ്റായി സിബിന്റെ ഭാഗം കീറി വന്നതാവും. ഞാൻ അപ്പോഴേ ഓർന്നതാ. ഈശോബേ, ഇനി എന്താ ചെയ്യും? അന്ന വെട്ടിത്തിരിഞ്ഞ് ശ്രീയെ നോക്കി. അപ്പോഴും ശ്രീ വിരൽ നീട്ടി വിളിക്കുന്നുണ്ട്. താനൊഴുകി ബാക്കി എല്ലാവരും സ്റ്റേജിലേക്ക് കയറി നിൽക്കുന്നു. അതിന്റെ ടെൻഷനാണ് ഏട്ടന്. ഇനി തിരിഞ്ഞോടിയ ആ പാവത്തിന് എല്ലാവരും കൂടി കളിയൊക്കെ കൊല്ലോലോ. അവൾ തിരിഞ്ഞ് ലച്ചുവിലേക്ക് നോക്കി. കേരടി, കേറി പെണ്ണെ. ലച്ചു കൈ കാട്ടുന്നു. കർത്താവേ, ഇതെങ്ങാനും കീറി വരുമോ? അന്ന സ്റ്റേജിലേക്ക് കയറാൻ മടി കാട്ടി നിൽക്കെ പെട്ടെന്ന് ശ്രീ അവൾ അവന്റെ അടുത്തേക്ക് പിടിച്ചു നിർത്തി. ഭയന്നുകൊണ്ട് അന്ന ശ്വാസം മുടക്കി അവൾ നേരെ മിഴികൾ നീട്ടുമ്പോ വല്ലാത്തൊരു വശതിയോടെ ശ്രീ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. എന്താടോ, ഞാൻ വിളിച്ച വരാൻ നിനക്ക് മടിയാണോ? അതോ എന്റെ കൂടെ നിൽക്കുമ്പോൾ ഇഷ്ടക്കേടുണ്ടോ?
അവൻ മറ്റുള്ളവർക്ക് നേരെ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, അയ്യോ അതല്ലേട്ടാ, എനിക്ക് ഡാൻസ്. ഉമിനീരിറക്കി അവൾ പറയാൻ ശ്രമിക്കുക ശ്രീ അവളെ നോക്കി ചിരിച്ചു കാട്ടി. അതിനെനിക്ക് ഡാൻസ് അറിഞ്ഞിട്ടാണോ ഞാനിവിടെ നിൽക്കണേ? ചുമ്മാ കൈ പിടിച്ച് കറങ്ങി കളിച്ചാൽ മാത്രം മതിയിടും, അല്ലെങ്കിൽ ഇവിടെ ആർക്കാ ഡാൻസ് അറിയാവുന്നേ? പറഞ്ഞു നിർത്താതെ ശ്രീ ചിരിക്കുകയാണ്. ഭയം നിറയുമ്പോഴും അവന്റെ ചിരി ഉള്ളിൽ ഉരുണ്ടുകൂടിയ മഞ്ഞ് പോലെ ഉരുകുന്നു. കണ്ണെടുക്കാതെ അന്ന അങ്ങനെ നോക്കി നിന്നു പോയി. ആ മിഴികൾ ഒരു നിമിഷം ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന നേരെ കൗതുകം നിറഞ്ഞൊരു ഭാവത്തിൽ അവന്റെ കൃഷ്ണമണികൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. എന്തോ ആ നോട്ടം താങ്ങാൻ കഴിയാതെ അന്ന പെടുന്ന മുഖം താഴ്ത്തി. പതിയെ ഞെളിഞ്ഞതും വീണ്ടും കൗണിന്റെ പിൻഭാഗം വിട്ടുവരുന്നു. അന്ന ടെൻഷൻ കൊണ്ട് വിറച്ചു പോയി. ഷോൾഡറിൽ നിന്നും മുറിഞ്ഞു വീഴുന്ന കൗണിനെ പിടിച്ച് വെപ്രാളത്തോടെ കയറ്റി വെക്കുമ്പോഴേക്കും സോങ് പ്ലേ ചെയ്ത് തുടങ്ങിയിരുന്നു. BGM കേട്ട് തുടങ്ങിയതും സ്ത്രീ ഒരു കയ്യാൽ അവളുടെ ഇടുപ്പിലും മറുകൈ ചുമലിലേക്കും അമർത്തി പിടിച്ചു. ഒരു മാത്രം ശരീരത്തിലെ എല്ലാ സ്വർണ്ണരോമങ്ങളും ഹൃദയമിടിപ്പിനൊപ്പം ഉയർന്നു പൊന്തിയിരുന്നു. പിടപ്പോൾ അന്ന സ്ത്രീയെ നോക്കി. ജീവിതത്തിൽ ആദ്യമായാവും ഇങ്ങനൊരു സ്പർശം. ശരീരമക വെട്ടിമർത്ത് കിതപ്പോടെ അന്ന നിന്നു. ഒരു നിമിഷം കൗണിന്റെ കാര്യം പോലും അവൾ മറന്നുപോയി. എല്ലാവരും ഡാൻസ് കളിച്ചു തുടങ്ങി. ഒപ്പം അവരും. ഒരു മെഴുതിരിയുടെ നെറുകയിലെറിയാൻ പ്രണയമേ അരികിൽ വന്നു നീ. മനോഹരമായ ഗാനത്തോടൊപ്പം അന്നയെ ചേർത്ത് നിർത്തി ശ്രീ. ഓരോ ചുവടിലും അവൾക്ക് നേരെയുള്ള മിഴികൾ പ്രണയാതമായി അവന്റെ മിഴികൾ അവളിലേക്ക് മാത്രം ലയിച്ചു പോയിരുന്നു. അന്നയുടെ കൺപീലികൾ പോലും അവന് വേണ്ടി തുടിക്കുന്നുവോ. 2 തവണ വട്ടം ചുറ്റി തന്റെ കൈവലയത്തിൽ അവൾ ഒതുക്കിയത്. ഒരു മാത്രം ഗാനത്തോടൊപ്പം അവളുടെ മിഴികൾ അവളിൽ മാത്രം ഒതുങ്ങിക്കൂട്ടി. ഏറെ നേരം താൻ പോലും അറിയാതെ തന്റെ ഹൃദയത്തിലേക്കായി ശ്രീ കടന്നുകൂടിയത് പോലും തോന്നില്ല. ആണോ അന്ന കൊച്ചേ? സ്വയം ഉള്ളിൽ ചോദ്യങ്ങൾ ഉയരുമ്പോഴായിരുന്നു പെട്ടെന്ന് അവന്റെ മിഴികളിലെ പ്രണയഭാവം മറ്റെന്തിലേക്കോ വഴിമാറുന്ന പോലെ അന്നയ്ക്ക് തോന്നിയത്. വശ്യം തുളുമ്പിയ കണ്ണുകളിൽ ക്രൂരതയുടെ വിത്തുകൾ മുളപൊട്ടി ചുവന്നു വരുന്ന പോലെ. ഒന്നും മനസ്സിലാകാതെ അന്ന നിൽക്കെ അവളെ ചുറ്റി വലിച്ച കൈകൾ ബലത്തോടെ അവളെ അടർത്തിയെടുത്തുകൊണ്ട് ദൂരേക്ക് തള്ളി മാറ്റി. ഒപ്പം അവളുടെ ഗൗണിന്റെ തുമ്പിലേക്ക് അവന്റെ കാലുകൾ ഉറപ്പോടെ പതിഞ്ഞു. ഗൗണിന്റെ പിൻഭാഗം 2ആയി കീറി ഷോൾഡറോളം ഇറങ്ങി വരുന്നു. ഒരു നിമിഷം അവൾ സ്തംഭിച്ചു പോയി. ഉറഞ്ഞുപോയ മനസ്സോടെ 2 കൈകളെയും വെപ്രാളത്തോടെ മാറോട് ചേർത്ത് പിടിച്ചുപോയി അന്ന. ഹൃദയം പൊട്ടുന്ന വേദന. അവൾ മുന്നിലേക്ക് നോക്കുമ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. ലച്ചു ഒരുക്കി. അതിനേക്കാൾ അവളെ നോവിച്ചത് അപ്രതീക്ഷിതമായി കേൾക്കുന്ന സ്ത്രീയുടെ പൊട്ടിച്ചിരിയായിരുന്നു. ഇടനെഞ്ചിലാരെ കുത്തിവലിക്കുന്ന പോലെ അവളുടെ മിഴികളിലൂടെ അപമാനത്തിന്റെ നിറമില്ലാത്ത ചോരത്തുള്ളികൾ ഇറ്റി വീണു. വിശ്വസിക്കാനാകാതെ അന്ന അവന്റെ മുഖത്തേക്ക് തന്നെ പതർച്ചയോട് എത്തി നോക്കി. ദീപകുട്ടി, ആനക്കുട്ടി, ഇവൾക്ക് പറ്റുന്ന തുണി വലത് ഉടുത്താ പോരായിരുന്നോ? പരിഹാസത്തിൽ എന്തൊക്കെയോ വാക്കുകൾ മുന്നിൽ ആൾക്കൂട്ടത്തിൽ നിന്നും അന്നയുടെ കാതുകളിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അത്രയേറെ പൂച്ചത്തോട് കാതുകൾക്ക് അറപ്പ് തോന്നി അവൾ മുഖം മുരിച്ചു. സഹിക്കാനാവാതെ വേദിയിൽ നിന്നും പൊട്ടിക്കരഞ്ഞു പോയി പാവം. ചുടുകണ്ണീരോടെ മിഴികൾ കൊട്ടിയടച്ച് നിൽക്കെ പെട്ടെന്ന് തന്റെ ദേഹത്തേക്ക് ഒരു ചുവന്ന തുണി കൊണ്ട് മൂടി ശ്രീ ഉറക്കാലറി. ഇറ്റ്സ് എ പ്രാങ്ക്, പ്രാങ്ക്. അവന്റെ കാത് തുളക്കുന്ന ശബ്ദം. മിഴികൾ വലിച്ചു തുറന്നുകൊണ്ട് അവൾ തന്റെ ദേഹത്തേക്ക് നോക്കി. ചുവപ്പിൽ വെള്ളവരയുള്ള സാന്റാക്ലോസിന്റെ കോട്ട്. അവളുടെ ദേഹം വെന്തുരുകിപ്പോയിരുന്നു. അത്രമേൽ ആഴത്തിൽ പതിഞ്ഞ മുറിവിൽ നിന്നും നീർക്കണങ്ങൾ ഉതിർന്നു വീണു. നീറുന്ന മനസ്സോടെ സ്ത്രീയിലേക്ക് നീണ്ട മിഴികൾ. അപ്പോഴേക്കും മഞ്ഞത് നിറഞ്ഞൊരു പുഞ്ചിരി അവന്റെ ചുണ്ടിൽ തെന്നി വന്നിരുന്നു. നീ എന്തടി കരുതിയത്? നിന്നോട് എനിക്ക് പ്രേമാണെന്നോ? പകപ്പോടെ നോക്കുന്നവളുടെ ചെവിത്തുമ്പിലേക്ക് സ്ത്രീയുടെ ശബ്ദം വരുന്നു. എനിക്കെന്താടി അത്രയ്ക്ക് ഗതികേടാണോ നിന്നെ പോലൊരു ഉപ്പുചാക്കനെ ചുമക്കാൻ? ചുണ്ടുകളിൽ പുച്ഛം നിറച്ച് അവൻ അവളെ നോക്കി ചിരിച്ചു. എന്റെ പെണ്ണൊന്ന് പിരികേറ്റണം മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ ആ പിണക്കൊന്ന് മാറിയപ്പോ ഞാനും അവള് കൂടി ചെയ്ത ജസ്റ്റ് ഒരു പ്ലാനിങ്. അതായി ഈ ഗൗൺ നാടകം. അല്ലാതെ നിന്നോട് ഈ സ്ത്രീക്ക് മുഴുത്ത പ്രേമുണ്ടായിട്ടൊന്നല്ല. കേട്ടോടി ഗുണ്ടുമുളകെ. ആ പല്ലുകൾ ഞെരിഞ്ഞുടഞ്ഞുകൊണ്ട് അവൻ അവൾ അടിമുടി ഒന്ന് കണ്ണോടിച്ചു. ശരീരത്തിലോട് ഒഴുകിയിരിക്കുന്ന പോലെ. അന്ന വെറുപ്പിനാൽ മുഖം വെട്ടിച്ചിരുന്നു. കണ്ടോ, നിനക്ക് ചെയ്യുന്ന വേഷം ഇതാ, ഈ സാന്റാക്ലോസിന്റെ വേഷം. നിന്റെ ഈ ആന വടത്തിന് വല്ല ക്രിസ്മസ് പാപ്പനായിട്ട് മാവേലിയായിട്ടോ വേഷം കിട്ടുന്നത് നല്ലത്. അല്ലാതെ ഈ ഗൗണും സാരിയൊന്നും എന്റെ പൊന്നുകൾക്ക് ചേരത്തില്ല. കണ്ടോ നീ പിള്ളേർ കൂകിച്ചിരിക്കുന്നത്? അവൻ മുന്നിലേക്ക് അഹംഭാവത്തോടെ നോക്കി. അവർക്ക് പോലും അറിയാം ഈ വേഷം നിനക്ക് പെർഫെക്റ്റ് ആണ്. പുതിയ പിള്ളേരൊന്ന് ഹാപ്പിയാക്കാൻ നിന്നെക്കാളും പറ്റിയൊരു ഇര ഞാൻ വേറെ നോക്കിയിട്ട് കണ്ടില്ല. ആനമറിയേ, ഇവ മനസ്സിലായടി, ഇതാ റാഗി. ഈ ദിവസം നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും മറക്കരുത്, ഈ ശ്രീരാഗിനെയും. അത്രയും പറഞ്ഞുകൊണ്ട് ശ്രീ കയ്യിൽ നിന്ന് സാന്റയുടെ മുഖം മൂടി അവളുടെ മുഖത്തേക്ക് അമർത്തി വെച്ചു. അപ്പോഴേക്കും കുട്ടികൾ കൂകിച്ചിരിക്കാൻ തുടങ്ങിയിരുന്നു. വ്യവസ്ഥയാക്കപ്പെട്ടവൾ പോലെ അവളുടെ ശരീരം നീറി പുകഞ്ഞു. കണ്ണുകൾക്ക് ഇരുട്ടുമൂടുന്നു. അടുത്ത നിമിഷം നെഞ്ച് തകർന്നൊരു പൊട്ടിക്കരച്ചിലോടെ അന്ന സ്റ്റേജിൽ നിന്നും ഇറങ്ങി ഓടി. ചുറ്റും കൂടിയിരുന്നവർ ഉറക്കെ അലറി ചിരിച്ചു.
സന്തോഷം അടക്കാനാവാതെ ദിയ ചിരിയോടെ ശ്രീയെ നോക്കി കണ്ണിറുക്കി കാണിക്കുന്നത് ലച്ചു ഞെട്ടലോടെ നോക്കിയിരുന്നു. അപമാനത്താൽ പ്രാണം പോലും മുറിഞ്ഞു പോകുന്നുണ്ട്. അന്ന വീണു പോകുമോ എന്ന് പോലും പേടിച്ചു. അന്നക്കുട്ടി മോളെ അന്നേ. ലച്ചു അന്നയുടെ പിറകെ ഓടാൻ ശ്രമിക്കുമ്പോഴേക്ക് തിരക്കിനടിയിലേക്ക് പെട്ടുപോയിരുന്നു ലച്ചു. കാലുകൾ നിലത്തുറക്കാതെ കോട്ടിനെ പൊത്തി പിടിച്ച് അന്ന കോളേജിന്റെ പിന്നിലേക്ക് കൂടി. എങ്ങോട്ട് ഓടി മറയണമെന്ന് പോലും പാവത്തിന് അറിയാതെ. എന്റെ കർത്താവേ, ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തതെന്ന് നീ എനിക്ക് പറഞ്ഞുതാ, അല്ലെങ്കിൽ ഈ ജീവൻ നീ അങ്ങ് തീർത്തുതാ. ആ മനസ്സ് നോവോടെ പുലപ്പിക്കാരേക്കുകയാണ്. പാദങ്ങൾ ബലം കുറഞ്ഞ് വിറച്ചു പോകുന്ന പോലെ കിതപ്പിനാൽ ശ്വാസം മുട്ടുന്നു. അന്ന നേരെ കോളേജിന്റെ പിൻസൈഡിൽ കാട് പിടിച്ച പഴയ ഗാർഡനിലേക്ക് പാഞ്ഞു. നിറയെ മുള്ളും കല്ലും നിറഞ്ഞു കിടക്കുന്ന വിജനമായ ഇടം. ഓടിയെത്തിയത് അവിടേക്കാണ്. കാല് തന്നെ ഏതോ കല്ലിലേക്ക് പാവം മറഞ്ഞു വീട് പോയിരുന്നു. കണ്ണീരോടെ എഴുന്നേറ്റ് കാൽമുട്ടിലേക്ക് വിരൽ തൊട്ട് നോക്കി. ചോര കിണിഞ്ഞിറങ്ങുന്നു തന്റെ ഹൃദയത്തിൽ എന്ന പോലെ. മുഖത്ത് മുഖം മൂടിയ വാശിയോട് ഒരു കയ്യിലെടുത്തു വന്ന ദേഷ്യവും അപമാനവും ഒരുപോലെ തോന്നിയ മാത്ര നിനക്ക് ചേരുന്നത് ഈ വേഷ ആനക്കുട്ടി. ശ്രീയുടെ ആ ചിരി കൂരമ്പുകളായി നെഞ്ചിലേക്ക് തറക്കുന്നു. അടുത്ത നിമിഷം കലിയോടെ മുഖം മൂടിയെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അന്ന തറയിലേക്ക് മുട്ടുകുത്തി. താങ്ങാനാകാതെ വേദനയിൽ അണപൊട്ടിയൊഴുകുന്ന നീർത്തുള്ളികൾ. പപ്പ പപ്പ. സ്വയം ആശ്വസിപ്പിക്കാനായി മാത്രം അവൾ ആ പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് മുട്ടിലേക്ക് മുഖം പൂഴ്ത്തി. ആ വിജനമായ സ്ഥലത്ത് അവളുടെ കരച്ചിലിന്റെ ശബ്ദം ആരും കേൾക്കാതെ മുഴങ്ങി നിന്നു. ഒരേ ഒരുവൻ ഒഴുകി. കാലിരുമ്പിന്റെ ബലവും കരിമ്പാറയേക്കാൾ ചങ്കറുപ്പുള്ള ആണൊരുവൻ. അവൾ വലിച്ചെറിഞ്ഞ ആ മുഖംമുടിയിൽ അവന്റെ വിരലുകൾ വിറയിലോടെ പതിഞ്ഞിരുന്നു. അവൾ അനുഭവിച്ച വേദനയും അപമാനവും ഒരു പ്രതികാരമായി അവനിൽ പടർന്നു കയറുമ്പോൾ അഗ്നി ജ്വലിക്കുന്ന അവന്റെ നിറഞ്ഞ വെള്ളാരം കണ്ണുകളിലേക്ക് ആ മുഖംമുടി അവൻ ചേർത്ത് വെച്ചു. പുതിയൊരു യുദ്ധത്തിന് മുന്നേടിയായി അവൾ പോലും അറിയാതെ.